ഇടയിൽ പോയാൽ കിട്ടാൻ ചാൻസ് കുറവാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫിഷിങ്ങിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങളൊരു 5 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ എത്തി. രാവിലെ കാണുന്ന നല്ല മനോഹരമായൊരു കാഴ്ചയാണ് ഇവിടെ. നിശബ്ദമായ ഒരു അന്തരീക്ഷം. ചില ആൾക്കാർ ഇവിടെ വന്ന് ടെൻ്റൊക്കെ അടിച്ച് കിടക്കുന്നുണ്ട്. പക്ഷെ അതൊരു ഒഫീഷ്യലി ആയിട്ട് ഇവിടെ നമ്മൾ അലൗഡല്ല. അപ്പോൾ അവർ ടെൻ്റൊക്കെ അടിച്ചിട്ട് രാവിലെ തന്നെ ഫിഷിങ് ചെയ്യാനുള്ള പ്ലാനിങ് ആണ് അവർക്കൊക്കെ. അങ്ങനെ ഞങ്ങൾ നല്ലൊരു സ്പോട്ട് കണ്ടുപിടിച്ചു. പുലർച്ചെ ഫിഷിങ്ങിന് പറയുന്നത് നല്ലൊരു ഫീലിംഗ് ആണ്. അവിടുത്തെ ഒരു ശാന്തമായ അന്തരീക്ഷവും തണുത്ത കാറ്റും എല്ലാം കൊണ്ട് നല്ലൊരു ഫീലിംഗ് ആണ് നമുക്ക് രാവിലെ കിട്ടുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഫിഷിംഗ് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. റോഷൻ ഫിഷിങ്ങിന് വേണ്ടിയുള്ള ലൈനൊക്കെ റെഡിയാക്കുന്നുണ്ട് ഇവിടെ. ഇനി മീനിന് വേണ്ടിയിട്ടുള്ള നമ്മളെ ഫീഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഷ്രിംസാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു 3 ലൈന് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ 3 ലൈനിലേക്കും നമ്മൾ ആ ഫീഡ് ഇങ്ങനെ കൊരുത്തെടുക്കുകയാണ്. നമുക്ക് എത്രത്തോളം മീൻ ഇന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. മാക്സിമം നമുക്ക് നോക്കാം. ഈ സ്പോട്ടിൽ നിങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ ഈ സ്പോട്ടിൽ നിന്ന് നമുക്ക് ഏത് ടൈമിനാണ് ബെസ്റ്റായിട്ട് മീൻ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതൊന്ന് പറയണം. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ലൈൻ ഇട്ടായിരുന്നു. ഇനി എത്രത്തോളം മീൻ അതിലോട്ട് സ്ട്രൈക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ മറ്റാൾക്കാരും വന്നു തുടങ്ങിയിട്ടുണ്ട്. അവരെല്ലാം നമ്മുടെ സൈഡിൽ നിന്ന് അവരെല്ലാം ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന സ്ഥലം പാറയുടെ ഇടുക്കായതുകൊണ്ട് നമ്മളവിടെ ക്യാച്ച് ചെയ്യുന്ന മീനൊക്കെ ചിലപ്പോൾ ഇതിനിടയിൽ പോയാൽ കിട്ടാൻ ചാൻസ് കുറവാണ്. അങ്ങനെ അസ്മീറിന് കിട്ടിയ മീന് പാറയുടെ ഇടയിലോട്ട് അത് പോയായിരുന്നു. അങ്ങനെ ഇവിടെ നേരം വെളുത്തു തുടങ്ങി. അങ്ങനെ ഫിഷ് ക്യാച്ചിങ്ങിന് വേണ്ടിയിട്ട് ആൾക്കാരുടെ എണ്ണം കൂടി. 2 സൈഡും ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. അവിടെ വലിയ മീനെല്ലാം കുഞ്ഞു മീനുകളെ ഇങ്ങനെ ഓട്ടിച്ച് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ഈ കുഞ്ഞു മീനുകളെല്ലാം ഇങ്ങനെ കിടന്ന് പിടയ്ക്കുന്ന കാണുന്നത് വെള്ളത്തിൽ. അപ്പം അങ്ങനെ അസ്മീറിന് ഒരു കുഞ്ഞു മീനെ കിട്ടി. അതിനെ ഇട്ട് നമുക്ക് ആ കുഞ്ഞു മീൻ എറിഞ്ഞും കൊണ്ട് വലുതിനെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഇവിടെ സൂര്യൻ ഉദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചൂണ്ടയിൽ ഫസ്റ്റ് മീൻ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. റോഷൻ അതിനെ കരയ്ക്ക് അടുപ്പിക്കാൻ നോക്കുവാണ്. നമ്മുടെ തൊട്ടടുത്ത് നിന്ന് പിടിച്ചോണ്ട് ആർക്കും ചൂണ്ടയിൽ മീൻ സ്ട്രൈക്ക് ആയിട്ടുണ്ട്. കിട്ടി പോളി. അടിച്ചു പോലെ അടിച്ച് അടുത്തത് എൻ്റെ ഒഴിവാണ്. ഞാനും ഒന്ന് മീൻ പിടിക്കാൻ നോക്കുന്നുണ്ട്. ഞാനും അങ്ങനെ ഇത് ശീലമില്ല, ആദ്യമായിട്ടാണ് ഞാനിന്ന് നോക്കുന്നത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഒന്ന് എറിഞ്ഞു നോക്കി. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരു ചെറിയ മീനെ കിട്ടി. പിന്നെ അങ്ങോട്ട് നമുക്ക് എല്ലാവർക്കും ചാകരയായിരുന്നു. വീണ്ടും അടുത്ത മീൻ നമുക്ക് കിട്ടിയിരിക്കുകയാണ്.
പല രാജ്യത്തിലുള്ള ആൾക്കാർ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് UAE എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പല രാജ്യത്തിലുള്ള ആൾക്കാരും ഇവിടെ തന്നെ ഉണ്ട് മീൻ പിടിക്കാനായിട്ട്. അങ്ങനെ തൊട്ടടുത്തിരിക്കുന്നത് പാകിസ്ഥാൻകാരനാണ്. അയാൾക്കും കിട്ടിയായിരുന്നു ഒരു അടിപൊളി ഫിഷ്. ഫിഷിംഗ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ഒരു ഹരമായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഈ ഒരു ആക്ടിവിറ്റി ഏർപ്പെടുവാണെങ്കിൽ സമയം പോണത് പോലും അറിയത്തില്ല. ആദ്യമായിട്ടാണ് ഞാൻ വന്നതെങ്കിലും പിന്നീട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പോകാനായിട്ട്. പക്ഷേ ഒട്ടും മീൻ കിട്ടാതെ ഇരിക്കുവാണെങ്കിൽ നമ്മൾ ആവപ്പെടാ ഡൗൺ ആയി പോകും. ഇടയ്ക്കൊക്കെയാണ് മീൻ കിട്ടുവാണെങ്കിൽ ഒരു സന്തോഷം തന്നെ ആയിരിക്കും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഫിഷിംഗ് എന്നുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ആക്ടിവിറ്റി തന്നെയാണ്. ഓരോ ഫിഷ് കിട്ടുമ്പോഴും അസ്മീറിൻ്റെ മുഖത്തുള്ള സന്തോഷം കാണണം. ഒരാഴ്ചത്തേക്ക് വറക്കാനുള്ള ഫിഷായി. തൊട്ടടുത്ത് നിന്ന് മലയാളി ചേട്ടനും മീൻ കിട്ടിയായിരുന്നു കേട്ടോ. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും നല്ല രീതിയിൽ മീൻ കിട്ടുന്നുണ്ട് അവിടെ. അത്യാവശ്യം അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നല്ല തിരക്കുള്ളത്. ആർക്കും അങ്ങനെ മീൻ കിട്ടാതെ മടങ്ങിയതായിട്ട് അവിടെ കണ്ടതേ ഇല്ല. അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ ഇപ്പം മീൻ പിടിക്കാനായിട്ട്. ഇപ്പം ഏകദേശം 12 മണിയോളം അടുപ്പിച്ചായിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ 5 മണിക്ക് വന്നതാണ്. എല്ലാവർക്കും അറിയാമെന്ന് പോകുമ്പോൾ താമസിക്കുന്നു. അതുകൊണ്ട് കുറച്ച് സ്നാക്സ് നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും സ്നാക്സ് കഴിച്ചിട്ട് കുറച്ച് നേരം കൂടെ ഫിഷിംഗ് പിടിച്ച ഒരു 12 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കാനുള്ള പ്ലാനായി. അടിച്ചു പോലെ അടിച്ചു ക്യൂവിനല്ലേ? അടിപൊളി അടിപൊളി മീനുകളാണ്. അങ്ങനെ ഞങ്ങൾ നല്ല രീതിയിലുള്ള ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ തിരിച്ചു പോവുകയാണ്. കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം നമ്മൾ വണ്ടിയിൽ തിരിച്ച് പാക്ക് ചെയ്ത് തിരിച്ച് വിടുകയാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് അടുത്ത ടൈമിൽ നമുക്ക് കാണാം.